നമസ്കാരം. മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ഉർവശി. കഴിഞ്ഞ ദിവസമാണ് മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും നടി ഉർവശി ഏറ്റുവാങ്ങിയത്. വാർത്ത സോഷ്യൽ മീഡിയയിൽ അടക്കം ഏറ്റെടുത്തിരുന്നു. ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിനാണ് നടിക്ക് പുരസ്കാരം ലഭിച്ചത്. അതുപോലെ രണ്ടാം തവണയാണ് നാഷണൽ അവാർഡ് വേദിയിൽ ഉർവശിയുടെ പേര് മുഴങ്ങിക്കേൾക്കുന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മകൾ കുഞ്ഞാറ്റയ്ക്കൊപ്പമാണ് നടി പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയത്. 2 തവണയും വനിതാ രാഷ്ട്രപതിമാരിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഉർവശി പുരസ്കാരം നേടിയതിനു ശേഷം പ്രതികരിക്കുകയും ചെയ്തു. അതേസമയം ഉർവശിയുടെ നേട്ടത്തിൽ ഏറ്റവും അഭിമാനമുള്ള ഒരാളാണ് മകൾ കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന തേജലക്ഷ്മി. അമ്മയ്ക്കൊപ്പം പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം അറിയിച്ച കുഞ്ഞാറ്റ ഒരു കുറിപ്പും ഇതിനോടകം പങ്കുവച്ചിരുന്നു. ഈ അവാർഡ് ദാന ചടങ്ങിലും ശേഷം സുരേഷ് ഗോപിയുടെ ഡൽഹിയിലെ ഭവനത്തിൽ ചെന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചതിനു ശേഷവുമൊക്കെ ഉർവശിയുടെ അടുത്തുനിന്ന് മാറാതെ നിന്നുകൊണ്ട് കുഞ്ഞാറ്റ മാധ്യമങ്ങളിലൊക്കെ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമായിരുന്നു ഇതെന്നാണ് കുഞ്ഞാറ്റ കുറിച്ചത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിലൊന്ന്, അതിശയകരവും അഭിമാനകരവുമായ നിമിഷം. അമ്മയ്ക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് 2ാമത് ലഭിക്കുന്നത് കാണുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി തോന്നി. അങ്ങനെയാണ് കുഞ്ഞാറ്റ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ആ ഘട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ, ഇവിടെ ഉണ്ടായിരിക്കാൻ, എല്ലാറ്റിനുമുപരി മലയാള സിനിമയെ പ്രതിനിധീകരിച്ച് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി നമ്മുടെ ലാലേട്ടനെ ആദരിക്കുന്നത് കാണാൻ നമുക്കെല്ലാവർക്കും ശരിക്കും അഭിമാനകരമായ നിമിഷമെന്നാണ് കുഞ്ഞാറ്റ കുറിച്ചത്. ഒപ്പം അമ്മ ഉർവശിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഫോട്ടോകളും കുഞ്ഞാറ്റ പങ്കുവച്ചു. പഠനം പൂർത്തിയാക്കി മകൾ മടങ്ങി എത്തിയ ശേഷം എല്ലാ യാത്രകളിലും എല്ലാ പുരസ്കാര വേദികളിലും മകളെയും കൊണ്ടാണ് ഉർവശി പ്രത്യക്ഷപ്പെടാറുള്ളത്. ഒരിക്കൽ കൊടുക്കാൻ കഴിയാതെ പോയ സ്നേഹം ഉർവശി കൊടുക്കുകയും അനുഭവിക്കാൻ കഴിയാതെ പോയ സ്നേഹം ആവോളം കുഞ്ഞാറ്റ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുൻ ഭർത്താവ് മനോജ് കെ ജയനുമായുള്ള ബന്ധം വേർപെടുത്തിയ ശേഷം മകളുടെ സംരക്ഷണം മനോജിനായിരുന്നു. കോടതി നിശ്ചയിച്ച ദിവസങ്ങളിൽ മാത്രമാണ് ഉർവശി മകളെ കണ്ടിരുന്നതും സംസാരിച്ചിരുന്നതും. കുടുംബ കോടതിയിൽ വെച്ചാണ് കുഞ്ഞാറ്റയും ഉർവശിയും കണ്ടിരുന്നത്. അമ്മയ്ക്കൊപ്പം പുറത്തു പോകാൻ താല്പര്യമില്ലെന്ന് കുഞ്ഞാറ്റ തന്നെ കോടതിയോടന്ന് പറഞ്ഞത് വാർത്താ പ്രാധാന്യം ഉണ്ടാവുകയും വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അതിനു മുമ്പൊരു അവസരത്തിൽ മകളെ കാണാൻ ഉർവശി മദ്യപിച്ചെത്തിയിരുന്നു. അന്നത് വലിയ വാർത്തയാവുകയും ഉർവശിക്കൊപ്പം മകളെ അയക്കാൻ ഭയമാണെന്ന് മനോജ് കെ ജയൻ പറയുകയും ചെയ്തിരുന്നു. വർഷങ്ങളിപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയി. മാതാപിതാക്കളുടെ മനസ്സും തന്നോടുള്ള അളവില്ലാത്ത സ്നേഹവും മനസ്സിലാക്കാൻ കുഞ്ഞാറ്റയ്ക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും കുഞ്ഞാറ്റ ഒരുപോലെ ചേർത്ത് പിടിക്കുന്നു. ഉർവശിക്കൊപ്പം സമയം കിട്ടുമ്പോൾ ചെന്നൈയിലും അല്ലാത്ത സമയങ്ങളിൽ മനോജ് കെ ജയനൊപ്പം കേരളത്തിലുമാണ് കുഞ്ഞാറ്റ താമസിക്കുന്നത്. അമ്മയെക്കുറിച്ച് കുഞ്ഞാറ്റ പങ്കിട്ട കുറിപ്പ് ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. മലയാള സിനിമയിൽ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിനേത്രിയാണ് ഉർവശി. ഉള്ളൊഴുക്കിലെ ലീലാമയായി മറ്റൊരു നടിയെയും സിനിമ കണ്ടവർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരവും ഉള്ളൊഴുക്കിന് തന്നെയായിരുന്നു. മാതാപിതാക്കളുടെ വഴിയെ സിനിമയിൽ ഇറങ്ങേറാൻ ഒരുങ്ങുകയാണ് എന്തായാലും കുഞ്ഞാറ്റ. നവാഗതനായ ബിനു പീറ്റർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിലാണ് തേജലക്ഷ്മി നായികയാവുന്നത്. സജാനോ ഖാലിദാണ് ചിത്രത്തിലെ നായകൻ. മോഡലിംഗ് രംഗത്തും കുഞ്ഞാറ്റ സജീവമാണ്. അഭിനയിക്കാനുള്ള ആഗ്രഹം മകൾ സ്വയം പ്രകടിപ്പിച്ചതാണെന്നാണ് മനോജ് കെ ജയൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഉർവശിക്ക് ഒപ്പമാണ് മകൾ ഇപ്പോഴുള്ളത്. വലിയ ആഹ്ലാദത്തോടു കൂടിയാണ് മകൾ കുഞ്ഞാറ്റയുടെ കാര്യം ഉർവശി മാധ്യമങ്ങളോട് പങ്കിടുന്നത്.